നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് ആണ്. അജി, ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി അജി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറത്തെ പ്രവാസി ആയിട്ടുള്ള ഒരു വ്യവസായി ജന്തർ മന്ദറിലെ സമരത്തിൽ 23ഓളം പേരെ ജോലിയിൽ നിന്ന്, അയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറയുന്നു, അയാളെ അവധി കൊടുത്ത് ഇവിടേക്ക് വിടുകയും എത്ര ദിവസം സമരം ചെയ്താലും സമരം നടന്നാലും ആ സമരം കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ വരുന്നുണ്ട്. 23 പേരുടെ ടിക്കറ്റ് അടക്കം എടുത്തു കൊടുത്തു എന്ന തരത്തിലുള്ള വാർത്തയാണ് വരുന്നത്. അത് മാത്രമല്ല, പിന്നീട് വന്ന ഒരു വാർത്ത ഇയാൾ ചെക്ക് കേസിലടക്കം പല കേസുകളിലും പ്രതിയാണ് എന്നുള്ളതാണ്. ചെക്ക് കേസിൽ പൊട്ടി തകർന്ന് നിൽക്കുന്ന, ബിസിനസ്സും ഒക്കെ തകർന്നു നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഇത്ര പണം സമാഹരിച്ചു, ഇത്ര പേരെ ഇങ്ങനെ അയാൾക്ക് അയക്കാൻ കഴിയും എന്നുള്ളൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇപ്പൊ അജിയുടെ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? എന്തു പരാതിയാണ് അജി നൽകുന്നത്? നമസ്കാരം. ഈ ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് UAയിലുള്ള അബ്രിക്കോ എന്ന് പറയുന്ന നിലമ്പൂരുകാരൻ പ്രവാസി വ്യവസായിയുടെ അബ്രിക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് 23ഓളം തൊഴിലാളികൾ ഒരു ഭാരത് പാക്കേജ് എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് അവർ ഈ ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുത്തു. ഇത് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. ഈ അബ്രിക്കോ കമ്പനി എന്ന് പറയുന്ന അബ്രിക്കോയുടെ കമ്പനിയുടെ ചെയർമാൻ മുഹമ്മദ് ഷാജി, അദ്ദേഹം കുറച്ചു നാളെ UA സർക്കാരിനെ ചീറ്റ് ചെയ്ത കേസിൽ അയാൾ ജയിലിൽ കിടക്കുകയും വലിയൊരു സാമ്പത്തിക ബാധ്യത അയാളത്തിന്റെ പേരിൽ വരികയും ട്രാവൽ ബാനിൽ കുടുങ്ങിയ വ്യക്തിയുമാണ്. പ്രത്യേകിച്ചും ഈ സമരത്തിൽ, പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരത്തിൽ ഇദ്ദേഹത്തിന്റെ കമ്പനിയിലെ ജീവനക്കാർ പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു ദുരൂഹതയാണ്. ഒരു വളരെ ദുരൂഹമായ സാഹചര്യമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഈ ദുരൂഹ സാഹചര്യം എന്താണെന്ന് നോക്കണം. എന്താണ് ഇയാൾ ഇതിന്റെ പുറത്ത് നടന്ന ഛേദവികാരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പരാതി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് 23 തൊഴിലാളികളെ ഈ സമരത്തിന് പങ്കെടുപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി നിലവിലില്ല. അദ്ദേഹം ട്രാവൽ ബാനിൽ കുടുങ്ങിയ വ്യക്തിയാണ്. മറ്റൊന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ കേരളത്തിലെ സ്ഥാപനത്തിൽ നിന്ന് 15ഓളം ആളുകൾ ഈ ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരും ഫ്ലൈറ്റിനാണ് പോയിട്ടുള്ളത്. ഇവരെ സഹായിക്കാനും ഇവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനും വേണ്ടിയാണ് അവരെ അങ്ങോട്ട് എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഏകദേശം 40ഓളം 50ഓളം പേര് ഇദ്ദേഹത്തിന്റെ തൊഴിലാളികൾ തന്നെ ഇവിടെ പങ്കെടുത്തു. മാത്രമല്ല, ഇദ്ദേഹത്തിനെ കുറിച്ച്, ഈ പ്രവാസിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഈ പ്രവാസിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഓസ്ട്രേലിയയിൽ, അദ്ദേഹം വിവിധ തരം തട്ടിപ്പ് കേസുകളിൽ പലതരത്തിലുള്ള അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഇസ്ലാമിക് ശരീഅത്ത് ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് 2004. മാത്രമല്ല, ഈ ബാങ്കിലൂടെ ഇദ്ദേഹത്തിന്റെ ഈ ആസ്തി വെച്ച് അദ്ദേഹത്തിന് ഒരിക്കലും അവിടെ ഒരു ബാങ്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല. 2002 അദ്ദേഹം ഇസ്ലാമിക് ശരീഅത്ത് ബാങ്ക് സ്ഥാപിക്കുകയും ഈ ബാങ്ക് സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കോൺഗ്രസിന്റെ നേതാവ് KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർഷത്തിൽ 3-4 തവണ ഇദ്ദേഹത്തിന്റെ ദുബായിലുള്ള ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോവുകയും ഇദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് വലിയൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചന ടൂളാണ് അബ്രിക്കോ കമ്പനിയും അതിന്റെ ജീവനക്കാർ. മാത്രമല്ല, ജീവനക്കാരെ ഈ സമയത്ത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ജീവനക്കാരെ മാത്രമല്ല, ഈ രാജ്യവിരുദ്ധ ശക്തികൾ, അതായത് ഗവൺമെന്റിനെതിരെ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികളുടെ ഫണ്ടടക്കം കോടിക്കണക്കിന് രൂപ ഈ സമരത്തിന്റെ പേരിൽ ഇവിടെ ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഈ സമരത്തിന് സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വന്നിട്ടുള്ളത് മാർഗങ്ങൾ ഏതാണ്? അത് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അബ്രിക്കോ കമ്പനിയെ പോലുള്ള അവരുടെ ഇസ്ലാമിക് ബാങ്ക്, ശരീരപ്രകാരമുള്ള ഇസ്ലാമിക് ബാങ്കിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ മറവിൽ ഈ കലാപത്തിന് വേണ്ടിയിട്ടുള്ള, ഈ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ വന്നിട്ടുണ്ടാവാം. മാത്രമല്ല, ഇദ്ദേഹം ഈ നീറ്റ് വിഷയമല്ല, സർക്കാരിനെതിരെ ദുരൂഹമായ പല കാര്യങ്ങളും ദുരൂഹതയുള്ള വ്യവസായിയാണ്. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. അതൊക്കെ തന്നെ വെളിവാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ, കേരളത്തിൽ തന്നെ ഒരു 17ഓളം കമ്പനികൾ ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ടാണ്. കേരളത്തിലെ കമ്പനികളിൽ പലതും ഇപ്പോ പൂട്ടിയ അവസ്ഥയിലാണെന്നുള്ളതാണ്. വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മറവിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ കമ്പനികൾ തുടങ്ങുകയും പൂട്ടുകയും ഒക്കെ ചെയ്തതിന്റെ മറവിൽ നിന്ന് ന്യായമായി സംശയിക്കേണ്ടതല്ലേ?
അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെ പേരിൽ അദ്ദേഹത്തിന് 3, 4, 5 ബിനാമികളുണ്ട്. ഈ ബിനാമികളുടെ പേരിൽ നിരവധി കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഈ കമ്പനികൾക്ക് മറ്റുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് പല കമ്പനികളും അതിന്റെ രജിസ്ട്രേഷൻ കട്ടായിട്ടുണ്ടാകും. ഇതിനൊക്കെ മറവിൽ എത്ര തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ അവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി തന്നെ മാത്രമല്ല വിദേശ രാജ്യത്തു നിന്നുള്ള ഇടപാടാണ്. ഇതിന് മാത്രമല്ല തീവ്രവാദ സ്വഭാവം, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ഒരു ഗൂഢാലോചന, സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു. മാത്രമല്ല ഇതിനകത്ത് കോൺഗ്രസിന്റെ KC വേണുഗോപാൽ, അദ്ദേഹം ശരിക്കും ഒരു ഗാങ്സ്റ്ററായി മാറിയിരിക്കുക. അദ്ദേഹത്തിന്റെ സ്ഥിരം സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ കമ്പനിയുടെ നടത്തിപ്പുകാരെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇങ്ങനെ ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ഇതിന് വിദേശ രാജ്യത്തു നിന്നുള്ള ഇടപാടുകൾ, അതിന് ഇന്റർപോളിന്റെ അടക്കം അന്വേഷണം വേണം. അതുപോലെ ഫോറിൻ മണി അന്വേഷിക്കുന്ന ഫെമെ പോലുള്ള സംഘടനകളുടെ അന്വേഷണം വേണം. SFIയുടെ അന്വേഷണം വേണം. EDയുടെ അന്വേഷണം വേണം. NIAയുടെ അന്വേഷണം വേണം. വിവിധ മന്ത്രാലയങ്ങൾ, വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള അന്വേഷണം ഈ വിഷയത്തിൽ വേണം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത്. ഈ പരാതി സ്വീകരിക്കുക എന്തെങ്കിലും നടപടിക്രമങ്ങളാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അജി മനസ്സിലാക്കുന്നത്? പരാതി തീർച്ചയായും, മാത്രമല്ല ഈ വിഷയം ഇദ്ദേഹത്തിന്റെ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതിയും സ്വീകരിച്ചുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം വരുന്ന ഇയാൾ ചെക്ക് കേസിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ്. അത്തരം ചെക്ക് കേസിലടക്കം പ്രതിയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും പേരെ 23 പേരെ ഇവിടെ ഖത്തറിൽ നിന്നും ബാക്കിയുള്ള 15 പേരെ കേരളത്തിൽ നിന്നും വിട്ട് ഡൽഹിയിൽ ഇത്രയും ദിവസം താമസിപ്പിച്ച് അവരുടെ ചെലവുകളെല്ലാം നോക്കി അവരുടെ ഫ്ലൈറ്റ് ചാർജ് അടക്കം വഹിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് കൂടി അന്വേഷിക്കേണ്ടതല്ലേ? ഇത് വളരെ ദുരൂഹമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണം, വിവിധ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിന്റെ വലിയൊരു അധോലോക സാമ്രാജ്യം മാതിരിയാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കാരണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആ വളർച്ച, അതിനൊക്കെ പിന്നിൽ വളരെ ദുരൂഹതയുണ്ട്. സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നു വളരെ സാധാരണക്കാരായ ഒരു വ്യക്തി ഒരു വിഭാഗപ്പെട്ട സാമ്പത്തികമായിട്ട് വരികയാണ്. ഇതിന് പിന്നിൽ വേറെ പല യഥാർത്ഥത്തിലുള്ള ബിസിനസ്സാണ്, ഇനി വേറെ തരത്തിലുള്ള വിദേശ ശക്തികളുടെ മറ്റുള്ള മേഖലയിലുള്ള ഫണ്ട് ഇതിലേക്ക് വരുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷണം നടത്തേണ്ടതായിട്ട്. യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്ന അജണ്ട ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ ഒരു അജണ്ടയായി തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരമുള്ള വിധ്വംസ ശക്തികൾക്ക് അവരുടെ നിയമവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക്, അവരുടെ ഇത്തരം സർക്കാരിന് സമാന്തരമായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും അത്തരം നീക്കങ്ങൾക്കെതിരാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇത്തരം വിധ്വംസ ശക്തികൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൽ KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യം നയമായി സംശയിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നെക്സസ് ആണ് ഇതിന്റെ പിന്നിൽ എന്നാണോ? തീർച്ചയായിട്ടും. നമ്മുടെ KC വേണുഗോപാൽ വർഷത്തിൽ 4 or 5 തവണ ഈ സ്ഥാപനത്തിൽ മാത്രം ഈ വിവാദ വ്യവസായിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നു. ഈ ഇസ്ലാമിക ബാങ്ക് അല്ലെ ശരീഅത്ത് ബാങ്ക് എന്ന് പറയുന്നത് സ്ഥാപിച്ചു എന്ന് പറയുന്നതിന് എന്തെങ്കിലും ആധികാരികമായ രേഖയോ അങ്ങനെ എന്തെങ്കിലും സമാഹരിക്കാൻ കഴിയുമോ? അതവരുടെ സൈറ്റിലുണ്ട്, അവർക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡോക്യുമെന്റ്സ് എല്ലാം അടക്കമാണ് ഇപ്പോ കേന്ദ്ര മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുള്ളത്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുള്ളത്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അജി പ്രതീക്ഷിക്കുന്നത്. ഈ സമരത്തിന്റെ പിന്നിലുള്ള വിധ്വംസക ശക്തികളെ മറനീക്കി കൊണ്ടുവരാനുള്ള അജിയുടെ നീക്കം ഏറെ പ്രശംസ അർഹിക്കുന്നതാണ്. ഇനിയും ഇത്തരം കാര്യങ്ങൾ, കാരണം രാജ്യത്തോട് കൂറു പുലർത്തുന്ന ഒരു പൗരൻ എന്ന ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അജിയോടൊപ്പം ഞങ്ങളും ഉണ്ടാകും അത്തരം ശ്രമങ്ങൾക്ക്. ഏതായാലും ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് വളരെ സന്തോഷം, നന്ദി അജി. വീണ്ടും കാണാം.